പാനിപ്പൂരി കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനായി ആദ്യം നമുക്ക് പുളി വെള്ളത്തിലിടണം, വാളംപുളി. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെക്കണം. ഇത്രയും മാത്രം നമ്മൾ ആദ്യം ചെയ്ത് വെക്കുക. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ്. ഞാനിന്നിവിടെ പാനിപ്പൂരിയാണ് ഉണ്ടാക്കുന്നത്. നാട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കിട്ടുമായിരിക്കും. കാരണം ഇപ്പം നാട്ടിൽ കുറേ ഹിന്ദിക്കാരുള്ളത് കൊണ്ട് കടകളിലും മോളുകളിലൊക്കെ എല്ലാ സാധനങ്ങളും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. പാക്കറ്റ് ഇതൊന്ന് വറുത്തെടുക്കണം നല്ലവണ്ണം. ഞങ്ങൾക്ക് ഇതുപോലെ ഇവിടെ പാക്കറ്റ് ലഭിക്കും. അതുമല്ല, ഞങ്ങൾക്കിവിടെ പാനിപ്പൂരി കടകളിൽ കിട്ടും, തയ്യാറാക്കി കിട്ടും. പക്ഷേ നാട്ടിൽ കിട്ടുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാനിന്നിവിടെ പാനിപ്പൂരി തയ്യാറാക്കും. നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഞാനിവിടെ ആദ്യം ഒരു പാനിപ്പൂരിയുടെ പൂരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് ഉള്ള സാധനമല്ല, അത് ആകോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയാണ് ഒരെണ്ണം ഇട്ട് കൊടുത്തത്. കുഴപ്പമില്ലാതെ നല്ലവണ്ണം ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് ഏറെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇതെല്ലാം ഒന്ന് തിരിച്ചും മറിച്ച് വിട്ട് വറുത്തെടുക്കുക. മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഹൈ തീയിൽ വെച്ചാൽ പെട്ടെന്നത് കരിഞ്ഞു പോകും. ഞാൻ എണ്ണ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ വറുത്ത എണ്ണയിലധികം പാചകം ചെയ്യുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ആവശ്യത്തിന് മാത്രം, അല്ലാതെ മുങ്ങിക്കിടക്കേണ്ട രീതിയിലൊന്നും ഞാൻ എടുക്കാറില്ല എണ്ണ. കാരണം അതുമല്ല, എണ്ണയ്ക്കൊക്കെ നല്ല വിലയല്ലേ. ഞാൻ ഈ പൂരിയെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, മല്ലിയില ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തത് ഒരു പിടി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പുതിനയില, പിന്നെ എരിവ് കുറഞ്ഞ മുളക് എടുക്കണം. കാരണം നമ്മൾ പിന്നെയും ഇതിനകത്ത് മസാലകൾ, പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർക്കുന്നത് കൊണ്ട് എരിവിനനുസരിച്ച് നമ്മൾ മുളകെടുക്കുക. തീരെ എരിവ് കുറവായിരിക്കണം. അതിൻ്റെ കൂടെ വെളുത്തുള്ളി കൂടി ചേർത്ത് അത് നല്ലവണ്ണം നരച്ച് മാറ്റി വെച്ചു. പിന്നെ പുളി പിഴിഞ്ഞത്, അത് ഞാൻ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെക്കണം. എങ്കിൽ നല്ലവണ്ണം ഇതുപോലെ പുളിയുടെ വെള്ളം എടുക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല കൂടി ചേർത്ത് കൊടുത്തു. ഇതിന് കുറച്ചൊന്ന് മാറ്റി വെക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ, മധുരം കൂടി വേണമെന്നുണ്ടെങ്കിൽ അല്പം ശർക്കര കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര ചേർത്തില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയും കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് ചേർക്കണം. കാരണം ബ്ലാക്ക് സോൾട്ട് കാലം നമുക്ക് അത് ചേർക്കുന്നുണ്ട്. പിന്നെ മാംഗോ പൗഡർ, അതും പുളിയാണ്. അതും എല്ലാം നമ്മൾ കുറച്ച് ചേർക്കുക ആദ്യം, പിന്നീട് ഇല്ലായെങ്കിൽ ചേർക്കുക. പിന്നെ പാനിപ്പൂരി മസാല, ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, മല്ലിയില ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങ ഇതുപോലെ വട്ടത്തിലരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ചില്ലി ഫ്ലേക്സ് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേരുവകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഈ ബ്ലാക്ക് സോൾട്ട്, പിന്നെ മാംഗോ പൗഡർ അതൊക്കെ ചേർക്കണം. പാനിപ്പൂരി മസാല, അതെല്ലാം ഒന്ന് ഇളക്കി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ മസാല തയ്യാറാക്കണം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് കൈകൊണ്ട് ഉടച്ചെടുക്കണം. കൈകൊണ്ടാണ് ഞാനിവിടെ ഉടച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു, മല്ലിയില ചേർത്ത് കൊടുത്തു,
ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പുളിയുടെ വെള്ളം അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ചേർത്തതാണ്. ഇനി ഇതിലേക്ക് മാംഗോ പൗഡർ, ഉപ്പ്, പിന്നെ കാലനമക്ക്, പാനിപ്പൂരിയുടെ മസാല, മുളക് പൊടി നമ്മൾ ആദ്യം വെള്ളത്തിനകത്ത് ചേർത്ത് അത്രയും സാധനം തന്നെ ഇതിലേക്കും ചേർത്ത് കൊടുക്കുക, പൊടിയായിട്ടുള്ളത്. പിന്നെ പച്ചമുളക് എരിവില്ലാത്തത് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് മിക്സാക്കി നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു സാധനമുണ്ട്, ബൂന്തി എന്ന് പറയുന്നത്. അതെനിക്ക് കിട്ടിയില്ല. അതിന് പകരം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സേവ് പൂരിയിലൊക്കെ ചേർക്കുന്ന സേവാണ് എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്കിവിടെ എം പിയിൽ കിട്ടത്തില്ല. ഞാൻ ബോംബെയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എം പിയിൽ ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ബോംബെയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നല്ല ടേസ്റ്റ്. അത് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ പാനിപ്പൂരിയിൽ ചേർത്ത് കഴിക്കാനും പിന്നെ ഈ സേവ് പൂരി ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണത്. ബേലുണ്ടാക്കുമ്പോൾ അതിനകത്ത് വിടാൻ നല്ലതാണ്. ബോംബെ കിട്ടും, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എം പിയിൽ കിട്ടത്തില്ല. ഇനി ഇത് പൂരിയെല്ലാം വറുത്തെടുത്തതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ മസാലയും വെള്ളവും സേവും ഒക്കെ ചേർത്ത് അന്നേരം കഴിച്ചെടുക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ച് നോക്കണം. അതുപോലെ കുട്ടികൾക്കും തയ്യാറാക്കി കൊടുക്കുക. തീർച്ചയായും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം തയ്യാറാക്കി കൊടുത്താൽ അവർ വീണ്ടും ചോദിക്കും. പിന്നെ നമ്മൾ ഉപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഉപ്പും പിന്നെ കാലനമക്കുമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെറിയ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.